നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കറിയാം ഈ വിവാഹം നടത്താൻ എടത്തിക്ക് വലിയ ആഗ്രഹമാണെന്ന്. സന്ദീപിന്റെ വിവാഹം എന്റെയും വലിയൊരു ആഗ്രഹമാണ്. അനഘയെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നേ, ആതിരെ പോലെ. അങ്ങനെയുള്ള എന്റെ അനിയത്തിയുടെ കഴുത്തിൽ സന്ദീപ് താലികെട്ടുന്നത് കാണാൻ എടത്തേക്കാളും ആഗ്രഹം എനിക്കുണ്ട്. അത് സമയമാകുമ്പോൾ നടത്താൻ ഞാൻ മുൻകൈ എടുക്കുകയും ചെയ്യും. അച്ഛാ, മുന്നും പിന്നും നോക്കാതെ നമ്മൾ ഓരോന്ന് തീരുമാനിച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇനി നാണം കെട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സന്ദീപും അനഘയും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. പരിഹാര ക്രിയകളെല്ലാം ചെയ്തതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിള്ളേരുടെ വിഷമത്തെക്കുറിച്ച് അവന്തിക പറഞ്ഞപ്പോ എല്ലാവരുടെ അഭിപ്രായം കൂടി അറിയാമെന്ന് വെച്ചു. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. സച്ചേട്ടാ, ഞാൻ വന്നേക്കാം. ഇനി എന്റെ കണ്ണു വെട്ടിച്ച് ഇമ്മാതിരി പണിക്കിറങ്ങിയോണ്ടല്ലോ, കാലേ വാരി ഭിത്തിയിലടിക്കും ഞാൻ. ഇനി എന്റെ കണ്ണു വെട്ടി ചിമ്മാതിരി പണിക്കിറങ്ങിയാലുണ്ടല്ലോ, കാലേവാരി ഭിത്തിയിലടിക്കും ഞാൻ. ഈ സന്ദർഭത്തിൽ ഞാൻ പറയേണ്ടത് ആ ഡയലോഗാ. പക്ഷേ ഞാനത് പറയില്ല. കാരണം എന്റെ പൈതൃകവും സംസ്കാരവും വേറെയാണ്. ആദ്യം ഈ വീട്ടിലെ ദോഷങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ആ ദോഷം മാറ്റിയാലും അനഘയുടെ വളർത്ത ദോഷം മാറാത്തതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല. ഡോക്ടർ സന്ധ്യയുടെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയാം. ഇനി ഈ വിവാഹം നടത്താൻ ശ്രമിച്ചാ ബോധം പോകുന്നത് അനിയത്തിയുടെ മാത്രമായിരിക്കില്ല. നീയും ആ സന്ധ്യയും അവളുടെ ഭർത്താവും ചേർന്നുള്ള ഈ കളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. നീ എനിക്ക് പറ്റിയ പോരാളി തന്നെ. നമ്മൾ തമ്മിലുള്ള കളിയില് 1-0 നീ മുന്നില്ല. ഒരു സമനിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പറയാ, ഇവിടെ വെച്ച് നിർത്തിക്കോ നീ. അതിന് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി നമ്മൾ കളിക്കുന്ന കളിയിൽ ഒരു സമനിലയില്ല. വിജയം എനിക്ക് മാത്രമായിരിക്കും. നിങ്ങൾ ഇത്രയും ചെയ്തിട്ടും ഞാനത് ആരോടും പറയാതിരുന്നത് നിങ്ങൾ അർച്ചനയുടെ കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട്. നിങ്ങൾ നാവ് കൊണ്ട് പറയും, ഒന്നും ചെയ്യില്ല. ഞാൻ പറയില്ല, ചെയ്ത് കാണിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ അനഘയുടെ സന്ദീപിന്റെ വിവാഹം നടത്തി കാണിക്കും. അപ്പം ഞാൻ സമ്മതിക്കാം അവന്തിയെടുത്തി എനിക്കൊത്ത പോരാളിയാണെന്ന്. അത് കഴിഞ്ഞ് ആലോചിക്കാം നെല്ലിശ്ശേരിയിലെ പെൺപോരാട്ടം എങ്ങനെ വേണോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.